Good morning, all. Our next topic is visual impairment. Visual impairment refers to a condition where a person's vision is significantly reduced or impaired, even with the use of corrective lenses such as glasses or contact lenses. It can be caused by a variety of factors, including genetic condition, eye diseases, injury, or aging. നമുക്കറിയാം വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിനുള്ള കാഴ്ചക്കുറവ് അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് കാണാത്തൊരു അവസ്ഥയായിരിക്കാം. അത് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഐ ഡിസീസസ് കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏജിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ലോ വിഷൻ. People with low vision may have difficulty seeing clearly even with corrective lenses, but still retain some usable vision. This can include conditions like macular degeneration, a progressive condition that affects the central vision. Glaucoma, a group of eye conditions that damage the optic nerve, often due to high intraocular pressure. Cataracts, a clouding of the eye's lens leading to blurred vision. Diabetic retinopathy, a complication of diabetes that damage the blood vessels in the retina. ഈ ലോ വിഷനിൽ വരുന്ന ചില ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാക്യുലർ ഡീജനറേഷൻ, ഗ്ലോക്കോമ, കാറ്ററാക്ട്സ്, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതൊക്കെ നമ്മുടെ വിഷനെ കുറയ്ക്കുന്ന സംഭവങ്ങളാണ്. ബ്ലൈൻഡ്നെസ്, ഇതിൽ വരുന്നത് ടോട്ടൽ ബ്ലൈൻഡ്നെസ് ആണ്. Absence of any usable vision which can result from a variety of causes like severe eye injury കൊണ്ടിട്ടുണ്ടായിരിക്കാം, ജനറ്റിക് ഡിസോർഡർ കൊണ്ടായിരിക്കാം, റെറ്റിനൈറ്റിസ് പിഗ്മെന്റേഷൻ കൊണ്ടായിരിക്കാം. People who are blind may rely on alternative methods to navigate the world, such as braille for reading or അസിസ്റ്റീവ് ടെക്നോളജി ടു ആക്സസ് ഇൻഫോർമേഷൻ. ഇങ്ങനെയുള്ളവർക്ക് അവർക്ക് ആ പ്രത്യേക ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ പഠിക്കുന്നത്. ഈ വിഷൻ ഇമ്പയർമെന്റിന്റെ കോസസ് എന്തൊക്കെയാന്ന് പറയുന്നത് ജനറ്റിക് കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏജ് റിലേറ്റഡ് കണ്ടീഷൻ കൊണ്ടിട്ട് വരാം, ഐ ഡിസീസസ് കൊണ്ടിട്ട് വരാം, ഇഞ്ചുറി കൊണ്ടിട്ട് വരാം, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടും വരാം. ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ബ്ലറി വിഷൻ, നമുക്ക് ബ്ലർ ആയിട്ട് കാണാൻ പറ്റുന്നത്, ഡിഫിക്കൽറ്റി സീയിങ് അറ്റ് നൈറ്റ് ഓർ ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻസ്, നമുക്ക് രാത്രി കണ്ണു കാണാൻ ബുദ്ധിമുട്ട് വരുന്നത്, അതല്ലെങ്കിൽ ലോ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റാതെ വരുന്നത്, ഡിഫിക്കൽറ്റി റെക്കഗ്നൈസിങ് ഫേസസ് ഓർ ഒബ്ജക്റ്റ്, ഫേസസും ഒബ്ജക്റ്റിനെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്, ലോസ് ഓഫ് പെരിഫറൽ വിഷൻ, ഇൻഎബിലിറ്റി ടു റീഡ് ഓർ ഡു ടാസ്ക് റിക്വയറിംഗ് ഫൈൻ ഡീറ്റെയിൽ. ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റീവ് ലെൻസസ് യൂസ് ചെയ്യുക എന്നുള്ളത്, സർജറി കൊണ്ട് പറ്റുന്നുണ്ട്, അസിസ്റ്റീവ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റീഹാബിലിറ്റേഷൻ. ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് കുറേയൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. Support systems and accommodations are essential for those living with visual impairment, including accessible environment, education support, and employment assistance. അപ്പോൾ ഇതിലൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള ഇമ്പയർമെന്റ് ഉള്ളവർക്ക് നമ്മൾ എന്താണ് അവർക്ക് ആവശ്യത്തിന് അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ എഡ്യൂക്കേഷനെ അവരെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ജോലിയിൽ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നത്.